ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പണം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രീ റിവിഷൻ ക്ലാസ് UPSC ക്ലാസിന്റെ ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുന്നേ നമ്മൾ ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ ക്ലാസ്സും അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ 5 ക്ലാസ്, ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ സബ്ജക്ട് വൈസ് ആയിട്ട് കഴിഞ്ഞ വർഷം ഏകദേശം എല്ലാ സബ്ജക്റ്റിലും അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ലൈവായിട്ടും അല്ലാതെയും ഒക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാത്ത ആളുകൾ, മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് എടുക്കുന്ന ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ക്ലാസ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ആ MP ടിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാണാൻ പറ്റും. ആൻഷ്യന്റ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, അങ്ങനെ ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കണ്ടു തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഓരോന്നും സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ പറ്റും കേട്ടോ. മോഡേൺ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞത് ഇന്നലെ ഇട്ടതായിരുന്നു, കാണാത്ത ആൾ കാണാം. നമ്മൾ മോഡേൺ ഹിസ്റ്ററിയുടെ അടുത്ത ടോപ്പിക്, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഡ്യൂറിംഗ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞതെങ്കിൽ, നമ്മൾ ഇന്ന് പറയുന്ന കൺസോൾട്ടേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. അപ്പൊ അവര് യൂറോപ്യൻസ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സുകൾ ഉണ്ട്, അതിനൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കീഴടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൈസൂര്, മറാത്ത, അങ്ങനെ ഓരോരുത്തരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് മുമ്പത്തെ ക്ലാസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണണേ, വിട്ടുപോകരുത്. ഓക്കെ. അതുപോലെ തന്നെ ഈ വർഷം അടുത്ത വർഷം എക്സാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ, UPSC പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ പുതിയ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PCM ഫൗണ്ടേഷൻ പ്ലസ് PCM എന്നുള്ള ഏറ്റവും ബേസിക് ലെവൽ മുതൽ തുടങ്ങിയിട്ട് പ്രിലിംസും മെയിൻസും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പ്രോഗ്രാമാണ് PCM എന്ന് പറയുമ്പോൾ. ഇപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, ഇവിടെയുള്ള നമ്പറിലേക്ക് ബന്ധപ്പെടാം. പുതിയ ബാച്ച് ഇപ്പൊ ഈ മാർച്ച് 20 മുതലാണ് പുതിയ ബാച്ച്. ഏകദേശം എല്ലാ മാസം ബാച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 8590840250 എന്നുള്ള നമ്പറിലോട്ട് ബന്ധപ്പെടാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിലാണ്, ഓൾറെഡി നമ്മുടെ കുറഞ്ഞ ഫീസ് പ്രോഗ്രാം ആണ്. അത് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തൊരു സ്പെഷ്യൽ ഓഫറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 25,000 രൂപ വരുന്ന പ്രോഗ്രാം ഇപ്പം 9,999 രൂപക്ക് പുതിയ ബാച്ചിലോട്ട് കുറച്ച് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇൻസ്റ്റാൾമെന്റ് അടക്കാനുള്ള സൗകര്യവും നിങ്ങൾക്ക് എന്തുണ്ട്, അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്. ഒക്കെ താല്പര്യമുള്ള ആളുകളുള്ള നമ്പറുമായിട്ട് ഉടനെ ബന്ധപ്പെടാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനി അതല്ല, സെൽഫായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഒരു മെന്റർ സഹായത്തോടു കൂടിയും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് അറിയാനും ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, ഇൻട്രസ്റ്റഡ് ആണ് തോന്നുകയാണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമുക്ക് നോക്കാനുള്ളത് കൺസോൾട്ടേഷൻ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഇവരിപ്പം പരസ്പരം ഒരു യുദ്ധം ചെയ്തൊക്കെ ഏകദേശം ജയിച്ചു അല്ലെ. ഇപ്പൊ അവരിവിടെ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയൊക്കെ തോൽപ്പിച്ചു. അതർ യൂറോപ്യൻ കൺട്രീസിനൊക്കെ ഏകദേശം തോൽപ്പിച്ച അവർ പവർഫുൾ ആയിട്ട് മാറി. ഇനി അവരുടെ മുന്നിലുള്ള എന്താണ്, ഇവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവരൊക്കെ നാട്ടുരാജ്യങ്ങളുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യണം, തോൽപ്പിക്കുകയോ അത് അനക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തുകയോ ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ മുമ്പ് ചരിത്രം വാസ്കോ ഡ ഗാമ ഇവിടെ വരുന്നതും, അതുപോലത്തെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്നിങ്ങോട്ട് വരുന്നതൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. പിന്നെ പല ആളുകളും വരുന്നുണ്ട്, ഡച്ചും ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. ഡച്ച് എന്ന് പറയുന്നത് പിന്നെ എങ്ങോട്ട് പോയി, പ്രധാനമായിട്ടും അവർ ഇന്തോനേഷ്യയിലേക്ക് ഫോക്കസ് ചെയ്ത് പോയി. ഓക്കെ, അതേ സമയത്ത് ഫ്രഞ്ച് ഇവിടെ ഉണ്ട്. ഫ്രഞ്ച് നമ്മൾ കർണാട്ടിക് വാറിനോട് കൂടി തോൽപ്പിച്ച് അവർ ജസ്റ്റ് പോണ്ടിച്ചേരിയിൽ ഒതുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പോർച്ചുഗീസ് പ്രധാനമായിട്ടും ഗോവയിൽ ഒതുങ്ങുന്നുണ്ട്, അവരൊന്നും അത് കടന്ന് പോകുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാൻ പോകുന്ന കമ്പനിയുടെ ഗ്രോത്ത് ആണ്. ദ ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ട്രേഡ് ഇൻഫ്ലുവൻസ് 1600 മുതൽ 1714 വരെ എങ്ങനെയാണെന്നുള്ളതാണ്. 1608 അവരെന്ത് ചെയ്യുന്നത്, ഒരു സൂറത്തിൽ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് ഡിപ്പോ ആയിട്ട് കേട്ടോ, പെർമനന്റ് ഫാക്ടറി അല്ല. പിന്നെ ഹോക്കിങ്സ് എന്ത് ചെയ്യുന്നത്, ജഹാംഗീർ, ഹോക്കിങ്സ് 8 വരുന്നത്, ഇന്ത്യയിൽ 9 ജഹാംഗീറിന്റെ അടുത്തെത്തുന്നത്. ഒരു റോയൽ ഫർമാൻ നേടിയെടുക്കുന്നുണ്ട്. പിന്നെ 1615 എന്ത് ചെയ്യുന്നുണ്ട്, തോമസ് റോ ഇമ്പീരിയൽ ഫർമാനെ കിട്ടുന്നുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കാം. ഇവരുടെ ഫസ്റ്റ് ഫാക്ടറി ഈ സമയത്ത് തന്നെ വിജയനഗര ഡിക്ലൈൻ ആവുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടറി, പെർമനന്റ് ഫാക്ടറി ഉണ്ടാക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ മസൂരി പട്ടണത്തിലാണ്. 1611 തുടങ്ങി 1616 ഇത് പണി കഴിയുന്നത്. ഓക്കെ, പെർമനന്റ് മറ്റൊരു ഫാക്ടറി 1613 സൂറത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അറിഞ്ഞിരിക്കാം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് മസൂരി പട്ടണത്തിൽ നിന്നും പിന്നീട് മദ്രാസിലോട്ട് അവരുടെ സെന്റർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ. അവിടെയാണ് സെന്റ് ജോർജ് ഫോർട്ട് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോർട്ടാണ് ഇവരുടെ കേട്ടോ. 1639-44 സമയത്താണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുക.
പിന്നെ 1662-68 സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബോംബെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവരുടെ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട റൈവൽ എന്ന് പറയുന്ന മറാത്താസ് ആയിരുന്നു. ഈസ്റ്റേൺ ഇന്ത്യയിൽ ഫസ്റ്റ് ഫാക്ടറി ഒറീസയിലാണ് 1633 വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ടൈം ലൈനുമായി ബന്ധപ്പെട്ട വെച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അത് ഈ പോയിന്റിൽ അറിഞ്ഞിരിക്കുക. ടൈം ലൈൻ ജസ്റ്റ് നോക്കി വെക്കട്ടോ. 1600 എന്ത് ചെയ്യുന്നുണ്ട് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 1609 എന്ത് ചെയ്യുന്നത് വില്യം ഹോക്കിങ്സ് ജഹാംഗീർ കൊട്ടാരത്തിൽ എത്തുന്നത്. 1613 11 ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, ട്രേഡ് നടത്താനുള്ള പെർമിഷൻ കിട്ടുന്നതാണ്. 1613 ഫസ്റ്റ് ഫാക്ടറി അവർ സൂറത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ 1615 എന്ത് ചെയ്യുന്നുണ്ട് മസൂലിപട്ടണത്തിൽ ഫാക്ടറി വരുന്നത്. 1618 എന്ത് ചെയ്യുന്നുണ്ട് തോമസ് റോ 2 ഫർമാനൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. പിന്നെ അങ്ങനെ ഓരോരോ വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും ഫാക്ടറി സ്ഥാപിക്കുന്നുണ്ട്. അതൊന്നും അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. ഫസ്റ്റ് ഫാക്ടറിയും ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, 1662 അവർക്ക് എന്ത് ചെയ്യുന്നത് ബോംബെ കിട്ടുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. പിന്നെ അതുപോലെ തന്നെ ഒരു വെസ്റ്റിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ബോംബെ മാറുന്നുണ്ട്, അറിഞ്ഞിരിക്കുക. പിന്നെ 1717 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1717 ഇവർക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഗോൾഡൻ ഫർമാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, മാഗ്ന കാർട്ട ഓഫ് കമ്പനി എന്നറിയപ്പെടുന്ന ഫർമാനാണ് ഫാറൂഖ് സിയാർ ആണ് കൊടുക്കുന്നത്. അവർക്ക് ബംഗാളിൽ മൊത്തം എന്ത് ചെയ്യാണ് ഫ്രീ ട്രേഡ് നടത്താനുള്ള പെർമിഷൻ ആണ് കൊടുക്കുന്നത്. കേട്ടോ, അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യാണ് ദസ്തക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ട്രേഡിംഗ് പെർമിഷൻ ആണ്. ആ പെർമിഷൻ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ഹൈദരാബാദിൽ കൊടുക്കുന്നുണ്ട്, അറിഞ്ഞു. അതാണ് ജസ്റ്റ് ഒരു ടൈം ലൈൻ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അവരെങ്ങനെയാണ് ബംഗാള് ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യുന്നത്, കോൺഗ്രസ്റ്റ് എങ്ങനെയാന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബംഗാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ മെയിൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ബംഗാൾ നിന്നായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 60% ട്രേഡ് നടത്തിയിരുന്നത് ബംഗാളാണ്. റൈസും ഇൻഡിഗോയും സിൽക്കും കോട്ടണും ഷുഗറും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫാക്ടറീസ് അവർക്ക് ഉണ്ടായിരുന്നു. ബാലാസോറിൽ, ഹൂഗ്ലിയിൽ, കാസിം ബസാർ, പാട്ന, ധാക്കയിലൊക്കെ ഉണ്ടായിരുന്നു. 1717 ഇപ്പൊ നമുക്ക് റോയൽ ഫർമാൻ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ ഫാറൂഖ് സിയാറിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യയിൽ എന്താണ് അവർക്ക് ട്രേഡിന് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ദസ്തക്ക് ഇഷ്യൂ ചെയ്യാനുള്ളത് ഒരു ഫ്രീ ട്രേഡ് പാസ് ആണ് അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന കമ്പനിക്ക്. അപ്പൊ അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് ഒരു കോൺഫിഡൻറ്റ് ആക്കാൻ കാരണമാവുന്നത് ഈ ഒരു റോയൽ ഫർമാനാണ്. സമയത്ത് അലി വർദി ഖാനാണ് എന്ത് ചെയ്യുന്നത് ഒരുപാട് വർഷം 15ഓളം വർഷം മറാത്താസായിട്ട് യുദ്ധം ഉണ്ടാകൊണ്ടിരിക്കുക. ഇപ്പൊ ബംഗാളിന്റെ അടുത്തുള്ള മറാത്ത അന്ന് ഉയർന്നു വരുന്ന ഒരു കിണ്ടാണ് മറാത്ത. ഓൾറെഡി ഇവിടെ ബംഗാൾ ഉണ്ട്, ബംഗാൾ ഇവിടെ വലിയ വ്യാപിച്ചാണ്, മറാത്ത ഇവിടെ ഉണ്ട്. അപ്പൊ ഇവരായിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് യുദ്ധമായിരുന്നു ആര് അലി വർദി ഖാൻ. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബംഗാൾ ഉണ്ടാക്കുന്ന ഫോർട്ടാണ് ഫോർട്ട് വില്യം. സെന്റ് ജോർജ് ഫോർട്ട് സൗത്ത് ഇന്ത്യയിലാണ്, മദ്രാസിലാണെങ്കിൽ ഫോർട്ട് വില്യം അവിടെ ഉണ്ടാക്കുന്നത്. അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഫോർട്ട് വില്യം ഒന്ന് സ്ട്രോങ് ആക്കുന്നുണ്ട്. കാരണം യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ അലി വർദി ഖാൻ 756 മരിക്കുന്നത്. പിന്നെ വരുന്നത് സിറാജ് ദൗളയാണ്, ചെറിയ ആളാണ്, 21 വയസ്സിട്ടാണ്. നോക്കണം, ചെക്ക് ചെയ്യണം കറക്റ്റ്. അപ്പൊ സിറാജ് ദൗളയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പല ആളുകളും സിറാജ് ദൗളിന്റെ പോളിസി പറ്റാത്ത ആളുകളൊക്കെ ഓൾറെഡി ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ബംഗാൾ ഇമ്പോർട്ടന്റ് റൂളേഴ്സ് നോക്കാൻ മുർഷിദ് കുലി ഖാൻ ഉണ്ട്, ഫസ്റ്റ് ദിവാനാണ് ബംഗാളത്തെ. ഷുവാജുദ്ദീൻ ഉണ്ട്, അലി വർദി ഖാൻ ഉണ്ട്, പിന്നാണ് നമ്മളുടെ ഏത് സിറാജ് ദൗള. ഇപ്പൊ സിറാജ് ദൗളയായിട്ട് എന്താ ഇഷ്യൂ ഉണ്ടാകുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസിയിലോട്ട് എത്തുന്ന കാര്യം പറയാം. 756 അദ്ദേഹം വരുന്നത്. 57 തന്നെ പ്ലാസി യുദ്ധം ഉണ്ടാവുന്നുണ്ട്. റീസൺ എന്ന് പറയുന്നത് അതിനുശേഷമാണ് ട്രീറ്റ് അലഹാബാദ് കേട്ടോ, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ 757 എത്തുന്ന പറയുന്നത് ഇപ്പം ബംഗാള് ഈ കമ്പനി എന്ത് ചെയ്തു ഈ ദസ്തക് അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അവര് ഫ്രീ ട്രേഡ് നടത്തുക, അപ്പൊ ഏതായാലും കമ്പനിക്ക് വരുമാനമില്ല, നവാബിന് വരുമാനം കിട്ടൂല. സോറി, മാത്രമല്ല അവരെന്ത് ചെയ്യാൻ തുടങ്ങി ഇത് പുറത്തോട്ട് കൊടുക്കാൻ തുടങ്ങി, മറ്റുള്ള ആൾക്ക് കൊടുക്കുക. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാണ് ഫ്രീ ആയിട്ടുള്ള പാസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നവാബിന്റെ വരുമാനമൊക്കെ കുറയാൻ തുടങ്ങി. അപ്പൊ നവാബ് പറഞ്ഞു 1-2 കണ്ടീഷൻസ് ആർക്ക് വെച്ചു, ഇവരോട് വെക്കുന്നുണ്ട്, ആരോട് കമ്പനിയോട് വെക്കുന്നുണ്ട്. അതാണ് ഏത്, ഒന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ ദസ്തക്ക് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫോർട്ട് വില്യം എന്ത് ചെയ്യരുത്, ഫോർട്ടിഫിക്കേഷൻ നിർത്തി വെക്കണം, കാരണം അത് രാജാവിന്റെ അധികാരം കുറയ്ക്കും, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു.
അപ്പൊ അത് പറഞ്ഞപ്പം അത് എന്ത് ചെയ്യുന്നില്ല, കമ്പനി അനുവദിക്കാതിരുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ യുദ്ധത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. പിന്നെ അതിന്റെ ഇടയിൽ ഒരു 1856 എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി അത് കേൾക്കാതായപ്പം നവാബ് പോയിട്ട് ഫോർട്ട് വില്യം പിടിച്ചെടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്വാസം കിട്ടാതെ മരിക്കുന്നൊക്കെ ഉണ്ട് അവിടെ പിടിച്ചിട്ടിട്ട്. അതിന് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയാം, 1956 ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഒരു യുദ്ധം ഇവരോട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അതാണ് പ്ലാസിൽ ഓഫ് ബാസിലേക്ക് എത്തുന്നത്. നവാബ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർട്ട് വില്യം പിടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഫോറിനേഴ്സ് അവിടെ കൊല്ലുന്നുണ്ട്. അതാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയും. അതാണ് ഒരു കാരണമായിട്ട് മാറുന്നത്. പിന്നെ പക്ഷെ നവാബിനെ ഓൾറെഡി അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ കുറച്ച് ഒപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവരെ ആര് കൂടെ പഠിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ. അതിൽ റായ് ദുർലഭ്, ജഗത് സിംഗ്, ഒമിത് ചന്ദ് പോലത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ കൂടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിൽ നോക്കുമ്പോൾ ഒരു സൈഡിൽ മിർ ജാഫർ ഉണ്ട്, പിന്നെ ഹസ്ബൻഡ് ഓഫ് അലി വർദ്ധി ഖാൻ സിസ്റ്റർ ആണ്, റോബോട്ട് ക്ലൈവ്, റായ് ദുർലഭ്, ഇവരെല്ലാം കൂടി ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് സിറാജ് ദൗള. ഇങ്ങനെയാണ് യുദ്ധം ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് അറിയുന്നത് മിർ ജാഫർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സൈന്യാധിപനാണ്, ഒരു സൈന്യത്തിന്റെ ഒരു സെക്ഷന്റെ. അപ്പൊ അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിറാജ് ദൗള അറിയാതെയാണ് ചെയ്യുന്നത്. അങ്ങനെ റിസൾട്ട് എന്ന് പറയുന്നത് മിർ ജാഫർ ജയിക്കുക, ഈ ടീം ജയിക്കുകയാണ്. ആര്, മിർ ജാഫർ അടങ്ങുന്ന ബ്രിട്ടീഷുകാർ ജയിക്കുകയാണ് ചെയ്യുന്നത്. മിർ ജാഫറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അടുത്ത നവാബാക്കാന്നുള്ള കണ്ടീഷനാണ് മിർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് കൂടെ നിൽക്കുന്നത്. മിർ ജാഫറിനെ അടുത്ത നവാബാക്കി മാറ്റി. അപ്പൊ ഇവർക്ക് ഒരു പപ്പറ്റായിട്ടുള്ള നവാബിനെ ബ്രിട്ടീഷുകാരുടെ കൊണ്ടുവന്നു. ഓക്കെ, കുറച്ചു കാലൊക്കെ നവാബ് ഭരിച്ചു. നവാബ് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ നവാബിനോട് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ആ പൈസ ഈ പൈസ എന്നിട്ട് ഓരോന്ന് ഈടാക്കും. പക്ഷെ നവാബിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതായി. ഒരു രാജാവായാലും മറ്റൊരാളെ കീഴിൽ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മിർ ജാഫർ 1760 റിബൽ ചെയ്ത്, ഓക്കെ, അതിലെന്ത് ചെയ്തിട്ടുണ്ട്, മിർ ജാഫറിനെ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ച് പുറത്താക്കി. ആൻഡ് ട്രീറ്റി ഓഫ് 1760 എന്ന് പറയും. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരാളെ കൊണ്ടുവന്ന് മിർ കാസിം. ഓക്കെ, മിർ കാസിം ഒന്നും കൂടി ഏബിൾ ആയിട്ടുള്ള റൂളർ ആയിരുന്നു. കുറച്ചു കാലം ബ്രിട്ടീഷുകാർ പറഞ്ഞതിനൊക്കെ അവർ കേട്ട് നിന്ന് ഇത്ര പൈസ കൊടുക്കാനോ കൊടുത്ത്. പിന്നെ മിർ ജാഫർ എന്ത് ചെയ്തു, മിർ കാസിം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ അടുത്ത് നിന്നാലാണ് പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം ക്യാപിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മുർഷിദാബാദിൽ നിന്ന് മുൻജറിലോട്ട് ബീഹാറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അത് കമ്പനിന്റെ വില്യം ഫോർട്ട് ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് ദൂരെ, അടുത്തും വേണ്ടാന്നുള്ള രൂപത്തിൽ, അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് വേണ്ടാന്നുള്ള രൂപത്തിൽ കണ്ടുകൊണ്ടേ. മിർ കാസിം സാവധാനം എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർക്ക് ഇതാവാനുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് അടുത്തൊരു യുദ്ധത്തിലേക്ക് എത്തുന്നത്, ഏത്, നമ്മുടെ ബാറ്റിൽ ഓഫ് ബക്സാറിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പം മിർ കാസിം എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ആൾ മിർ കാസിം ആണ്. മിർ കാസിം എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി കമ്പനി ഇത് വീണ്ടും ദസ്തക്ക് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ ഇമ്പീരിയൽ ഫെർമാൻ കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക്. അത് എന്ന് പറയുന്നത് എന്താണ്, ബംഗാളിൽ ഒരു ടാക്സ് ഒന്നും പേ ചെയ്യാതെ ട്രേഡ് നടത്താനുള്ള ഒരു അവകാശമാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ദസ്തക്ക് ഫ്രണ്ട്ലി മെർച്ചൻസിനെ കൊടുക്കാൻ തുടങ്ങി. അത് സ്വാഭാവികമായിട്ടും കമ്പനിക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നവാബിന് കിട്ടുന്ന വരുമാനം കുറഞ്ഞു. അപ്പൊ നവാബ് എന്ത് ചെയ്തു, ഇപ്പൊ കുറെ ബ്രിട്ടീഷുകാർക്ക് ഒരു ദസ്തക്ക്, ബാക്കിയുള്ളവർക്ക് അതില്ല, അങ്ങനെ വേണ്ട. കംപ്ലീറ്റ് ആയിട്ട് മിർ കാസിം എന്ത് ചെയ്തു, എല്ലാ ഡ്യൂട്ടി അബോളിഷ് ചെയ്തു. എല്ലാവരും ഒരുപോലെ ആവട്ടെ, ഇവിടെ ഉള്ളവരും പുറത്തുള്ള ഒരുപോലെ ആവട്ടെ, എല്ലാ ഡ്യൂട്ടി അബോളിഷ് ചെയ്തു. അത് കമ്പനിക്ക് പറ്റിയില്ല, നമുക്ക് മാത്രം മതി ഡ്യൂട്ടി ഇല്ലാത്തതെന്നുള്ളതാണ് കമ്പനിയുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ അത് ഇവർ തമ്മിൽ ഒരു ചെറിയ യുദ്ധം ഉണ്ടായി, കമ്പനി മിർ കാസിം തമ്മിലും. മിർ കാസിം 763 ബക്സാർ 764 വലിയ യുദ്ധം. 763 ചെറിയ യുദ്ധം ഉണ്ടായി. മിർ കാസിം ചെറിയ രൂപത്തിൽ പരാജയപ്പെട്ട് മിർ കാസിം എന്ത് ചെയ്തു, നേരെ അവിടുന്ന് രക്ഷപ്പെട്ട് അവധിലോട്ട് പോയി. ഓക്കെ, അവധ് അതിന്റെ അടുത്തുള്ള രാജ്യമാണ്, ബംഗാളിന്റെ അടുത്ത് നോക്കുമ്പോൾ പിന്നെ ബംഗാളാണിത്. ഓക്കെ, വ്യാപിച്ചു ബംഗാള്, തൊട്ടടുത്ത് അവധ് ഉണ്ട്, മറാത്ത ഉണ്ട്. അപ്പൊ ബംഗാളിൽ നിന്ന് അവധിലോട്ട് പോയി. അവധിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹം പോയിട്ട് സിറാജ് ദൗളയും അവിടെയുള്ള റൂളറാണ് സുജാവ് ദൗള. ഇവിടെ മിർ കാസിം ഉണ്ട്, മിർ കാസിമും ഷുജാവ് ദൗളയും, മിർ കാസിം ഷുജാവ് ദൗള അവധിന്റെ റൂളാണ്. പിന്നെ മുഗൾ എംപറർ ആയിട്ടുള്ള ഷാ ആലം സെക്കൻഡ്. ഇവര് 3 പേരും കൂടി ഒരു മുന്നണി ഉണ്ടാക്കി, മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം വരാൻ പറ്റും. അതാണ് ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുന്നത്. അതിൽ ബ്രിട്ടീഷുകാരുടെ ലീഡ് ചെയ്തത് ഹെക്ടർ മൺറോ ആണ് ഉണ്ടായിരുന്നത്. ഇവർ 3 ആളും കൂടി എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ്, പക്ഷേ അത്ര ടെക്നോളജിക്കലി ഒക്കെ വീക്ക് ആയിരുന്നു. പിന്നെ ഒരു ഡിസിസീവ് വാർ ഇവർ നടത്താണ്, വളരെ ഷോർട്ട് ആയിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, ജയിക്കുകയാണ്. ഓക്കെ, മൺറോന്റെ നേതൃത്വത്തിലുള്ള മിർ കാസിം പരാജയപ്പെട്ടു പോയി. പിന്നെ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ആളുണ്ടല്ലോ മിർ ജാഫർ, അയാളെ തന്നെ എന്ത് ചെയ്തു, വീണ്ടും ബ്രിട്ടീഷുകാർ നവാബാക്കി, ഒരു മിയർ പപ്പറ്റ് റൂളറാക്കി മാറ്റി. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ സുപ്രീമസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ യുദ്ധത്തോടു കൂടിയാണ്.
പ്ലാസി ഉണ്ട്, പ്ലാസി ഇവര് ജയിച്ചു, പക്ഷെ അതൊരു യഥാർത്ഥ യുദ്ധമായിരുന്നില്ലല്ലോ, ഒരു ചതി പറയാൻ പറ്റുള്ളൂ. ഒക്കെ എന്ത് ചെയ്തു, സിറാജ് ഒരു ആർമിയായിട്ട് മാറി, യുദ്ധം ചെയ്യാതെ വിട്ടുന്ന് മിർജാഫറിന്റെ നേതൃത്വത്തില്. പിന്നെ ഒരു ചതിയിലൂടെ ജയിച്ചതാണ് ബ്രിട്ടീഷുകാർ. ശരി, യഥാർത്ഥ ഈ മുഗളിനെ അടക്കം തോൽപ്പിച്ച്, മുഗളിനെ തോൽപ്പിച്ചാൽ പിന്നെ ഇന്ത്യ മൊത്തം മുഗളിന്റെ കയ്യിലല്ല, മുഗളിന്റെ കയ്യിൽ നിന്ന് പലതും വാങ്ങിയെടുക്കാൻ പറ്റും. അതാണ് ഇനി ഇവരുണ്ടാവുന്ന ട്രീറ്റി. ഏതാണ്? ട്രീറ്റി ഓഫ് അലഹബാദ് ആണ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന ട്രീറ്റി. അതാണ് മുകളിൽ പറഞ്ഞത്, മടി കൊടുക്കണ മുകളിലായി പോയതാണ്. ട്രീറ്റി ഓഫ് അലഹബാദ് ആരായിട്ട്? മുഗളായിട്ടുണ്ട്, അവധുമായിട്ടുണ്ട്, രണ്ടുപേരായിട്ടുണ്ട്. റോബർട്ട് ക്ലൈവ് ആണ് ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഷുജാഉദ്ദീനുമായിട്ട് മുഗൾ എംപറായിട്ട് രണ്ടുപേരായിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രീറ്റി ഓഫ് അലഹബാദ് ആരായിട്ടാണ്? ഷുജാഉദ്ദീൻ ആണ്, അവധിന്റെ റൂളർ ആയിട്ടാണ്. അലഹബാദിനോട് എന്ത് പറഞ്ഞു? അലഹബാദ് ട്രീറ്റി ടു എംപർ ഷാലം, പിന്നെ ഷുജാഉദ്ദീൻ സറണ്ടർ ചെയ്ത അലഹബാദ് ആണ്, ഷാലമിന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ പൊസിഷൻ ഓഫ് എസ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ട്രീറ്റി അവധുമായിട്ടാണ്. അവധിന്റെ അടിസ്ഥാനത്തിൽ അവധിനെ പിടിച്ചെടുക്കുന്നില്ല, അവധിന് ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ്. ഇപ്പൊ ബംഗാൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നല്ലോ, ബംഗാൾ ബ്രിട്ടീഷുകാരുടെ പ്ലാക്ചർ കൂടി വന്ന് തൊട്ടടുത്ത് ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് നിർത്തി. ആരെ? അവധിനെ ഇവിടെ നിർത്തി. നിങ്ങളെ പിടിച്ചെടുക്കൂല, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ആരെ മാറ്റി? അവധിനെ മാറ്റി. പിന്നെ സെക്കൻഡ് ട്രീറ്റി ആരായിട്ട് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഷാലം സെക്കൻഡ് ആയിട്ടാണ്, മുഗൾ എംപറായിട്ട്. കമ്പനിയാണ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഫർമാൻ കൊടുക്കുന്നുണ്ട്, ദിവാനി റൈറ്റ്സും കൊടുക്കുന്നുണ്ട്. ബംഗാളിൽ നികുതി പിരിക്കാനുള്ള അധികാരം കൂടി കൊടുത്ത്. എവിടെയൊക്കെ? ബംഗാളിലും ബീഹാറിലും ഒറീസയിലും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് നിസാമത്ത് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിക്ക് കൊടുത്ത്. നിസാമത്തും കൊടുത്ത്, ദിവാനിയും കൊടുത്ത്. അപ്പൊ അവിടെ ഭരിക്കാനുള്ള അധികാരം കൊടുത്ത് നിസാമത്ത്. രണ്ടാമതായിട്ട് അവിടെ നികുതി പിരിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള അധികാരങ്ങൾ ആർക്ക് കൊടുക്കുകയാണ്? ഈ റീജിയനിൽ ബംഗാളും ബീഹാറിലും ഒറീസയിലും ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു കമ്പനി. അതാണ് നവാബുമായിട്ട് ചെയ്ത ട്രീറ്റി. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടീഷുകാർക്ക് എന്താണ് ഇന്ത്യയിൽ ഒരു പിടുത്തം കിട്ടുന്ന ആദ്യമായിട്ട് ഇവരിങ്ങനെ ട്രേഡിംഗ് സ്റ്റേഷൻ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഭരണം കിട്ടുന്ന ആദ്യമായിട്ട് ഈ യുദ്ധത്തോടു കൂടിയാണ്, ബക്സാറോട് കൂടിയാണ്. ഇവിടെ ബക്സാർ യുദ്ധം കഴിഞ്ഞപ്പോ ബംഗാൾ അവരെ കയ്യിൽ കിട്ടിയല്ലോ. അവരെന്ത് ചെയ്തു വെച്ചാൽ അവിടെ ഒരു ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവന്നു. അവിടുത്തെ സിസ്റ്റം ഏതാണ്? ഡ്യുവൽ ഗവൺമെന്റ്. ബംഗാൾ 1765 മുതൽ 72 വരെ. 64 1764 ബക്സാർ ഉണ്ടാവുന്നത്. അതിനുശേഷം അവർക്ക് കിട്ടി. അപ്പൊ 65 മുതൽ 72 വരെ. 72 ഡയറക്റ്റ് ഭരിക്കുകയാണ്. 72 മുതൽ അതുവരെ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഭരിക്കേണ്ട, പകരം ഒരു ഡുവൽ ഗവൺമെന്റ്. റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന സിസ്റ്റം ആണ് അറിഞ്ഞിരിക്കണേ. ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ദിവാനി, ഫിസിക്കൽ ആയിട്ടുള്ള, എക്കണോമിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ആര് ചെയ്യും? കമ്പനി ചെയ്യും. കമ്പനിയാണ് ദിവാന്. ടാക്സ് പിരിക്കലും കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്യും. നിസാമത്ത് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഒരു അധികാരം ഉണ്ടല്ലോ, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആര് ചെയ്യും? ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ഇന്ത്യൻ ചെയ്യും. അതിനാണ് നിസാം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം സെപ്പറേറ്റ് ദിവാനും നിസാമും പറയപ്പെടുന്ന പേരാണ് ഡുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. റിയൽ അതോറിറ്റി ആരുടെ കയ്യിലാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. നിസാമത്തിന്റെ കേസിലടക്കം. അപ്പൊ ഭരണകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പേരിന് നവാബാണ് അല്ലെങ്കിൽ നിസാമാണ്. സാമ്പത്തികമായിട്ടുള്ള നികുതി പിരിക്കലും കാര്യങ്ങളൊക്കെ നവാബ് ആരാണ്? കമ്പനിയാണ്. അപ്പൊ രണ്ടാള് രണ്ട് ചെയ്യാം, ഉത്തരവാദിത്തമില്ല. ഒരാൾക്ക് സാമ്പത്തികം ഫുള്ള് അയാളെ കയ്യിലുണ്ട്, അയാൾക്ക് ഭരിക്കാനുള്ള അധികാരം, ഭരണം നടത്തേണ്ട ആവശ്യമില്ല. അത് നവാബ് നോക്കിക്കോളും, അല്ലെങ്കിൽ നിസാം നോക്കിക്കോളും. നിസാമിന് ഭരണം ഉണ്ട്, പക്ഷെ പൈസ ഇല്ല. പൈസക്ക് ആരടുത്ത് ഇങ്ങനെ പോകണം? ബ്രിട്ടീഷുകാരെ കീഴിൽ നിൽക്കണം. അപ്പൊ ഒറിജിനലി ആരെ കീഴിൽ തന്നെയായി? ബ്രിട്ടീഷുകാരെ കീഴിലായി. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്യൂട്ടി സുബേദാർ, അതുപോലെ തന്നെ ദിവാനൊക്കെ, ഡെപ്യൂട്ടി ദിവാനൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? കമ്പനി ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് റസാഖാനും അതുപോലെ തന്നെ രാജ സ്താബ് റോയിയൊക്കെ എന്ത് ചെയ്യുന്നത്? ഡെപ്യൂട്ടി ദിവാൻസ് ആയിട്ടൊക്കെ അവർ അപ്പോയിന്റ് ചെയ്തത്. ഈ റൂൾ എന്ന് പറയുന്നത് വളരെ മോശം ഒരവസ്ഥയായിരുന്നു ഈ ഒരു 5-6 വർഷം എന്ന് പറയുന്നത്. 672 വർഷം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് ആരെടുത്ത് ഒഴിവാക്കി? വാറൻ ഹേസ്റ്റിങ് എടുത്ത് ഒഴിവാക്കി 1772. അഡ്മിനിസ്ട്രേഷൻ വളരെ മോശമായിട്ട് മാറി. കാരണം ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം യുദ്ധവും കാര്യങ്ങളൊന്നും നവാബ് അറിയണ്ട. നവാബ് ജസ്റ്റ് ഭരിച്ചാൽ മതി. ആരും ഇന്റേണൽ എക്സ്റ്റേണൽ ഉണ്ടായിട്ട് എന്ത് അക്രമം ഉണ്ടായി കഴിഞ്ഞാലും ബ്രിട്ടീഷുകാർ നോക്കിക്കോളും. ബ്രിട്ടീഷുകാർക്ക് ഉത്തരവാദിത്വം ഇല്ല, പൈസ ഇരിക്കുക, അല്ലാതെ ജനങ്ങളോട് ഉത്തരവാദിത്തം ഇല്ല. ഇപ്പൊ രണ്ടുപേർക്ക് ഒന്നും ബ്രിട്ടീഷുകാർ ഉത്തരവാദിത്വം ഇല്ല, രണ്ടാമത് നവാബിന് ആരും പേടിക്കും വേണ്ട. അപ്പൊ നവാബ് ഇഷ്ടം പോലെ ഭരിച്ച് സ്വന്തം സുഖവാസ ജീവിതം നടത്തി. ബ്രിട്ടീഷുകാർ ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ട് മാക്സിമം അവർ പിരിച്ചെടുത്ത്. ചുറ്റി പറഞ്ഞ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായി. ഒരുപാട് ദാരിദ്ര്യവും
പട്ടിണിയും ക്ഷാമവും ഒക്കെ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ഏത് കിട്ടുന്നത്, ബംഗാൾ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ബംഗാൾ അവരെ കയ്യിലായി അനക്സ് ചെയ്ത്. 72 വന്നൊരു ഡയറക്റ്റ് ഭരണമാണ്. 72 മുതൽ ഇവിടെ ഗവർണർ ജനറൽമാരുണ്ട്. നമ്മൾ ഗവർണർ ജനറൽസ് പഠിക്കുമ്പോൾ ക്ലിയർ ആവും. ഇനി അവർ അടുത്ത നോട്ടം എങ്ങോട്ടാണ്, മൈസൂരിലോട്ടാണ്. മൈസൂർ. ഇപ്പൊ മൈസൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം ഒന്നാക്കി ഇരിക്കുകയാണെങ്കിൽ മലബാർ, കൊച്ചി, ട്രാവൻകൂർ. ഈ കൊച്ചിയും ട്രാവൻകൂർ ഓൾറെഡി ബ്രിട്ടീഷിനെ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ബ്രിട്ടീഷിനോട് ഹാൻഡ് ഉണ്ട്. മലബാർ എന്ന് പറയുന്നത് ആരുടെ കീഴിലാണ്, മൈസൂരിന്റെ കീഴിലാണ്. മൈസൂരിന്റെ കയ്യിലാണ്. അപ്പൊ അത് ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്നില്ല. അപ്പൊ അവർക്ക് മലബാർ കിട്ടണമെങ്കിൽ കേരള തീരവും മലബാറും കിട്ടണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും മൈസൂർ കിട്ടണം. മൈസൂരും ഭയങ്കര പവർഫുൾ ആയിട്ട് ആ സമയത്ത് ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പൊ അടുത്ത് മൈസൂരും ടിപ്പു സുൽത്താനും ഹൈദരലിയായിട്ടാണ് യുദ്ധം ഉണ്ടാവുന്നത്. മുമ്പ് കൃഷ്ണരാജ വോഡയാർ ആയിരുന്നു അവിടെ റൂൾ ചെയ്തിരുന്നത് സെക്കൻഡ്, 1734 മുതൽ 66 വരെ. പിന്നെ ഹൈദരലി പവറിൽ വരുന്ന 1761 സർവാധികാരിയൊക്കെ ആയിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹം ഫ്രഞ്ചിനായിട്ട് പൊതുവെ നല്ല ഫ്രണ്ട്ലി റിലേഷൻ ഉള്ള ഒരാളായിരുന്നു ഹൈദരലി. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രഞ്ചിന്റെ കൊടി വരെ അവിടെ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഹൈദരലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാക്ടറി ഡിണ്ടിഗലിലൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. അറിഞ്ഞിരിക്കണേ, ഡിണ്ടിഗൽ ഒരു ആം ഫാക്ടറി ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഹൈദരലി. പിന്നെ അതുപോലെ തന്നെ മറാത്ത, ഡിഫീറ്റഡ് ബൈ മറാത്ത, മാധവറാവിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രാവശ്യം മൈസൂരിനൊക്കെ തോൽപ്പിക്കുന്നുണ്ട് കേട്ടോ. 774-76 സമയത്ത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം ഉണ്ടാവുന്നുണ്ട്. മറാത്ത ഒന്നുകൂടി പവർഫുൾ ആയിട്ട് വരുന്ന ഒരു സമയമാണ് അന്ന്. പൊതുവെ എല്ലാവരും, പക്ഷെ പിന്നെ മറാത്തയും വീക്ക് ആവുന്നുണ്ട് തേർഡ് കർണാട്ടിക്കിനൊക്കെ ശേഷം. അങ്ങനെ മൈസൂരായിട്ടാണ് യുദ്ധങ്ങൾ നോക്കി വെച്ചാൽ മതി. ഒന്നാമത്തെ മൈസൂർ വാർ 767-69. ഇപ്പൊ 64 ബക്സാർ ഉണ്ടായത്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട്, അത് ആലോചിച്ചാൽ മതി. അടുത്ത യുദ്ധം മൈസൂരായിട്ടാണ്. 767-69 സമയത്താണ് ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ കാരണം എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, ഹൈദരലി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ മൈസൂര്, ട്രിവാൻഡ്രം അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അവരെ ആക്രമിക്കാൻ വരുന്നൊക്കെയാണ് ഇത് കാരണമായിട്ട് മാറുന്നത്. ഏതായാലും യുദ്ധം ഉണ്ടായി. അതിനെന്ത് ചെയ്യുന്നില്ല, ഇൻകൺക്ലൂസീവ് വാറാണ്. ഒരു പരിധി വരെ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈദരലി ജയിക്കുന്നുണ്ട്, മൈസൂർ ജയിക്കുന്നുണ്ട്. പിന്നെ ഇവര് പരസ്പരം ബ്രിട്ടീഷുകാർ തോറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വേഗം രമ്യതയിലെത്താൻ ശ്രമിക്കും. അങ്ങനെ അവരുണ്ടാക്കിയ ട്രീറ്റി ഓഫ് മദ്രാസ് പ്രകാരം ചെയ്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ബ്രിട്ടീഷ് ട്രീറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഹൈദരാബാദ് ഒക്കെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ വാറാണ് സെക്കൻഡ് മൈസൂർ വാർ 780-84. 69 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ആലോചിച്ചാൽ മതി. 80-84 ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ആണ് അതുപോലെ ഉണ്ടാകുന്ന ട്രീറ്റി എന്ന് അറിഞ്ഞിരിക്കുക. അത് ഇൻക്ലൂസീവ് വാറാണ്. പിന്നെ എന്ത് ചെയ്യുന്നത്, ഇത് വയലേഷൻ ഓഫ് ട്രീറ്റി ആണ്. മുമ്പ് ഉണ്ടായിരുന്ന മദ്രാസ് ട്രീറ്റിന്റെ വയലേഷൻ ആണ്. കാരണം ഇവരെ മറാത്ത ആക്രമിക്കാൻ വന്നപ്പം ബ്രിട്ടീഷുകാർ സഹായിച്ചില്ല. അതാണ് യുദ്ധം ഉണ്ടാവാൻ കാരണം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഞ്ചുകാരുടെ പ്രോക്സിമിറ്റി കലി കൂടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതില് ഒരു പരിധി വരെ ആര്, ബ്രിട്ടീഷുകാർ തുടക്കത്തിൽ ജയിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹൈദരലി മരിക്കുന്നത്, അസുഖമായിട്ട് മരിക്കുന്നതാണ്. പിന്നെ വാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടിപ്പു ആണ്. അങ്ങനെ രണ്ടുപേർക്കും യുദ്ധം ജയിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ് കേട്ടോ. വാർ എന്ന് പറയുന്നത് സർ ഇവർ കൂട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് ഹൈദരലി പോർട്ടോ നോവോയിൽ വെച്ചിട്ട്. ഓക്കെ. പിന്നെ ഹൈദരലി ക്യാൻസർ മൂലം മരിക്കുന്നുണ്ട് 782. പിന്നെ ടിപ്പു ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. യുദ്ധം അങ്ങനെ ഒരു ഇൻകൺക്ലൂസീവ് ആയിട്ട് പോവാണ്. ആരും ജയിക്കുന്നില്ല. ലാസ്റ്റ് ട്രീറ്റി ഓഫ് മാംഗ്ലൂർ പ്രകാരം എന്ത് ചെയ്യാണ്, യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഉണ്ടാവുന്ന വാറാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. തേർഡ് 1790. ഇത് 80 കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞിട്ട്. 80-84, 90-92, 2 വർഷം. അവിടെ ഉണ്ടാകുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ആ യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്, പിന്നെ ടിപ്പുവിന് ഒരു പകുതി വരെ പരാജയപ്പെടുന്നുണ്ട്. ടിപ്പു ഒരുപാട് ഫണ്ടൊക്കെ കൊടുക്കാൻ നിർബന്ധിതരാവുന്നുണ്ട്. ഓക്കെ. മേഡോ എന്ത് ചെയ്യുന്നുണ്ട്, ടിപ്പുവിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. സോറി, ഡിഫീറ്റഡ് ബൈ ടിപ്പു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് കോൺവാലിസും മറാത്തയും കൂടിയിട്ട് ഇവരെ കൂടി ചെയ്യുന്ന ഒരു 91 എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് ഇവരെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആരെ, മൈസൂരിനെ. തുടക്കത്തിൽ ടിപ്പു ജയിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഇത്
എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റി പ്രകാരം, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണ പ്രകാരം അവർ അവസാനിച്ചു, യുദ്ധം അവസാനിച്ചു. തുടക്കത്തിൽ കുറച്ച് പരാജയപ്പെട്ടു, കുറച്ച് പൈസ കൊടുക്കാൻ നിർബന്ധമാവുന്നുണ്ട്, ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഇനിയും ബ്രിട്ടീഷുകാർ വോർ ഉണ്ടാവുന്നു ടിപ്പുവിന് അറിയാം. ടിപ്പു അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രഞ്ചിനോടൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൈസൂരിനെ ഒന്ന് സ്ട്രോങ് ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതാണ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിലേക്ക് എത്തിക്കുന്നത് 1799 ഏപ്രിൽ മുതൽ മെയ്യിൽ അവസാനിക്കുന്നു കേട്ടോ. മെയ് എന്ന് പറയുമ്പോൾ മൈസൂർ മെയ് ആഴ്ച എന്ന് പറയുമ്പോൾ മെയ്യിലാണ്. ഓക്കെ, 4ാമത്തെ വാർ മെയ് 4. മൈസൂർ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർ കോൺഗ്രർ ചെയ്യുന്നത് യുദ്ധത്തോട് കൂടിയാണ്. 4ാമത്തെ വാറോട് കൂടി ടിപ്പു എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്. സബ്സിഡറി. പിന്നെ ടിപ്പു മരിച്ചവനെ അവിടെ എന്തില്ല? ട്രീറ്റി വേണ്ടല്ലോ. ടിപ്പുനെ മരിച്ചു, ട്രീറ്റി നടത്താൻ ആളില്ല. ടിപ്പു കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് യുദ്ധത്തിൽ. പിന്നെ ഈ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈസൂർ ആർക്ക് കൊടുക്കാണ്? മുമ്പുണ്ടായിരുന്ന വോഡയർ ഡൈനാസ്റ്റി ഇല്ലേ, പേരിന് അവരെ കയ്യിലേക്ക് കൊടുക്കാണ്. എന്നിട്ട് അവരുമായിട്ട് സബ്സിഡറി അലയൻസ് സൈൻ ചെയ്യാണ് ചെയ്യുന്നത് 1799. ഒരുപാട് മെത്തേഡ് പേര് എടുക്കുന്നുണ്ട് സബ്സിഡറി അലയൻസും. സബ്സിഡറി അലയൻസ് എന്താ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും കേട്ടോ. യുദ്ധമല്ലാതെ മറ്റൊരു മെത്തേഡാണ് അവരുടെ. അതിലേക്ക് ഫസ്റ്റ് സൈൻ ചെയ്യുന്ന 1798 ഹൈദരാബാദാണ് ഫസ്റ്റ് സബ്സിഡറി അലയൻസ് സൈൻ ചെയ്യുന്നത്. സെക്കൻഡ് മൈസൂരാണ് 1799. പിന്നെ അതുപോലെ തന്നെ ആർതർ വെല്ലസ്ലി കേട്ടോ, ലോർഡ് വെല്ലസ്ലിന്റെ ബ്രദറാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി പങ്കെടുത്ത യുദ്ധമാണ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. അപ്പൊ 4 മൈസൂർ വാറോട് കൂടി ബ്രിട്ടീഷുകാർ എന്ത് അനക്സ് ചെയ്തു? മൈസൂര് അനക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബംഗാൾ അനക്സ് ചെയ്തു ഓൾറെഡി. രണ്ടാമതായിട്ട് ഇപ്പൊ എന്ത് ചെയ്തു? 4 മൈസൂർ വാർ 67, 69, 80, 84, 90, 92, 99. ഈ 4 വർഷത്തുള്ള ഫസ്റ്റ് മദ്രാസ്, പിന്നെ മാംഗ്ലൂര്, ശ്രീരംഗപട്ടണം ട്രീറ്റിയോട് കൂടി. പിന്നെ 4ാമത്തെ ട്രീറ്റി ഇല്ല, യുദ്ധം തോറ്റല്ലോ. അതാണ്. അങ്ങനെ മൈസൂർ എന്ത് ചെയ്തു? അനക്സ് ചെയ്തു. ഇനി അടുത്തത് അനക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തവർ പോകുന്നത് എങ്ങോട്ടറിയോ? മറാത്തയിലോട്ടാ. ഇനി അടുത്ത് മറാത്തനെ പിടിച്ചിടണം. ഇതുവരെ മറാത്തന്റെ സഹായത്തോടു കൂടി മൈസൂരിനെ തോൽപ്പിച്ചു. ഇനി വേറെ ആരെങ്കിലും സഹായം എടുത്തിട്ട് എന്ത് ചെയ്യും? മറാത്തനെ തോൽപ്പിക്കും. അങ്ങനെ പരസ്പരം ആണ്ടും കെട്ടും അടിച്ച് അല്ലെ ചെന്നായിനെ പണിയെടുക്കുന്ന പരിപാടിയാണ് ആര് ചെയ്തത്? ബ്രിട്ടീഷുകാർ. ആംഗ്ലോ മറാത്ത സ്ട്രഗിൾ ആണ് അടുത്ത് നോക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രൊമിനന്റ് മറാത്ത ഫാമിലീസ് ആഫ്റ്റർ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് ശേഷമുള്ള ആളുകൾ. തേർഡ് ബാറ്റിലിന് മുമ്പ് പിന്നെ ഇത് പറഞ്ഞ ഒരുപാട് ഇത് കൂടിയതാട്ടോ. ഒരു കോൺഫെഡറസി പോലെയാണ് മറാത്ത. ചെറിയ ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ ചെറിയ ടീം കൂടിയത് വലിയൊരു ഇതാണ് മറാത്ത എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ മറാത്ത തോൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഫാമിലീസ് ആണ് കേട്ടോ. AK വാദ് ഓഫ് ബറോദ, നാഗ്പൂർ, ഹോൾക്കാർസ് ഓഫ് ഇൻഡോർ, സിന്ധ്യാസ് ഓഫ് ഗോളിയോർ, പെഷ്വാസ് ഓഫ് പൂന. അങ്ങനെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് മറാത്ത വാർ നമുക്ക് നോക്കാം. ഫസ്റ്റ് മറാത്ത വാർ 775, 82 സമയത്താണ്. നമ്മള് 64, 764 ബക്സാറ്, 67, 69 സമയത്ത് ഫസ്റ്റ് മൈസൂർ വാർ. അതിൽ മൈസൂരിനെ അവർക്ക് ജയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് തോന്നി ഇവര് മറാത്തയിലേക്ക് വന്ന് 775, 75, 82 മറാത്ത വാറാണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്? മറാത്ത പരിധി വരെ ജയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറാത്തനെ തോൽപ്പിക്കാൻ അവർക്ക് പൂർണ്ണമായിട്ട് പറ്റുന്നില്ല. ട്രീറ്റി ഓഫ് സൂറത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ട്രീറ്റി ഓഫ് പുരന്തർ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് വരുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് സൽബായ്. ബായ് എന്ന് പറഞ്ഞ് ആലോചിച്ചാൽ മതി. ഈ ട്രീറ്റി പ്രകാരം എന്താ അറിയോ? ഇപ്പം മറാത്തനെ തോൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഏതായാലും മറാത്തനെ ഇപ്പൊ തോൽപ്പിക്കേണ്ട അവർക്കൊന്നുമില്ല. മറാത്തന്റെ സഹായത്തോടെ എന്ത് ചെയ്യാം? ഫസ്റ്റ് മൈസൂരിനെ തോൽപ്പിക്കാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്? പിന്നെ കോറിനെ ഹേസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 20 വർഷത്തേക്ക് പീസ്. നമ്മൾ ഇനി 20 വർഷം യുദ്ധമില്ല. ആ 20 വർഷം കൊണ്ടാണ് ഞാൻ ആരെ തോൽപ്പിക്കാൻ പോണ അറിയാം? മൈസൂരിനെ ഫസ്റ്റ് വാർ കഴിഞ്ഞ് സെക്കൻഡ് വാർ ഞാൻ നടക്കാൻ പോണ 80-ലാണ്. 80, 84. തേർഡ് വാർ 90, 92. ലാസ്റ്റ് വാർ 799. ഇതിൽ ആരെ സഹായത്തോടു കൂടിയാണ് പരിധി വരെ ജയിക്കുന്നത്? ഈ മറാത്തന്റെ സഹായത്തോടു കൂടിയാണ്. ഇത് കഴിഞ്ഞ് മറാത്തയിലേക്ക് വീണ്ടും വരികയാണ്. 20 കൊല്ലം നമുക്ക് യുദ്ധമില്ല എന്ന് പറഞ്ഞു. 20 കൊല്ലം 72 ഉണ്ടാക്കിയ ട്രീറ്റി ആണല്ലോ. അപ്പൊ 802 വരെ യുദ്ധമില്ല. അത് കഴിഞ്ഞ് 803 അടുത്ത് യുദ്ധം വന്നത്. അതിനുള്ളിൽ ഇവരെ സഹായത്തോടു കൂടി മൈസൂരിനെ തോൽപ്പിച്ചത്. അതാണ് സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ. പിന്നെ അതുപോലെ തന്നെ ട്രീറ്റി ഓഫ് ബസൈൻ ഉണ്ട് 802. പിന്നെ അതാണ് അറിയേണ്ടത്. അതിലെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പരിധി വരെ ആര് തോൽക്കുകയാണ് ചെയ്യുന്നത്? മറാത്ത തോൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? സബ്സിഡറി അലയൻസ്
സൈൻ ചെയ്യുന്നുണ്ട്. വെല്ലസ്ലിയുടെ സമയത്താണ് സബ്സിഡി അലയൻസ് സൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ബ്രിട്ടീഷുകാർ ആരെ മറാത്തായിട്ട്. എങ്കിലും ചില ഫാമിലീസ് അപ്പോഴും പൂർണ്ണമായിട്ട് തോൽക്കാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക്, അവരാണ് അടുത്തേക്ക് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദേവർ ഡിഫീറ്റഡ് ബൈ ആർതർ വെല്ലസ്ലി, അങ്ങനെ സബ്സിഡി ട്രീറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അറിഞ്ഞിരിക്കാം. 803, 805. പിന്നെ തേർഡ് വാർ വരുന്നത് 817, 19 സമയത്താണ്. അത് നമ്മുടെ ലോർഡ് ഹേസ്റ്റിങ്ങിന്റെ സമയത്താണ്. തേർഡ് ആംഗ്ലോ മറാത്ത വാർ 817, 19 സമയത്താണ് ഉണ്ടാവുന്നത്. ട്രീറ്റി ഓഫ് ബസൈൻ, മറാത്താസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറാത്ത കംപ്ലീറ്റ് ആയിട്ട് തോൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറാത്ത എന്തിനോട് കൂട്ടിച്ചേർത്തു, ബോംബെയോട് കൂട്ടിച്ചേർക്കാണ് യുദ്ധത്തോട് കൂടി കേട്ടോ. അവസാന ട്രീറ്റി ആവുമ്പോൾ പിന്നെ ഏതാണ് യുദ്ധം, വർഷം, അതിന്റെ ട്രീറ്റി അതറിഞ്ഞാൽ മതി, അതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. പിന്നെ ഗവർണർ ജനറൽസ് ആരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു അറിഞ്ഞിരിക്കുക. അത് നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ജനറൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അങ്ങനെ 3 വാറോട് കൂടി ആരെ അനക്സ് ചെയ്തു, മറാത്ത. ഇപ്പൊ ഏതൊക്കെ കിട്ടിയവർക്ക് നോക്ക്, ഇന്ത്യ ആണെങ്കിൽ ഓൾറെഡി ബംഗാൾ കിട്ടി, ബംഗാളും ഒക്കെ ഇവിടെ അവധ് ഉണ്ട് ബഫർ സോൺ ആയിട്ട്. മൈസൂർ ഓൾറെഡി കിട്ടി, മറാത്തിയും കിട്ടി കണ്ടോ. ഹൈദരാബാദ് സബ്സിഡി അലയൻസ് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ്. അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവരെന്ത് ചെയ്യണം, അനക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അവർക്ക് ആരാളുള്ളത് അടുത്ത്, സിന്ധും പഞ്ചാബുമാണ് അടുത്ത്. സിന്ധു എന്ന് പറയുന്നത് പൊതുവെ ഇവരെന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു കേട്ടോ സിന്ധ്. പഞ്ചാബിനെ യുദ്ധം ചെയ്ത് തോൽപ്പിയാണ്. 818, 857 സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഏകദേശം ഓൾ ടെറിട്ടോറിയൽ എക്സെപ്റ്റ് പഞ്ചാബ്, സിന്ധു അല്ലാത്തൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. സിന്ധ് എങ്ങനെ ഒരു പിടിച്ചേക്കുന്ന അറിയോ, ആംഗ്ലോ റഷ്യൻ റൈവൽറി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്, ആൻഡ് ഫിയർ ഓഫ് ദി കോൺഗ്രസ് മെയ്ഡ് ബ്രിട്ടീഷ് ചീഫ് ഓഫ് സിന്ധു ആയിട്ട് ട്രീറ്റി ഉണ്ടാക്കുന്നുണ്ട്, അമീറുമായിട്ട്. ഓക്കെ, അങ്ങനെ ട്രീറ്റിയിലൊക്കെ കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടിയും 839 ട്രീറ്റി ഉണ്ടാക്കുന്നത്. ആ ട്രീറ്റി പ്രകാരം പോകുന്നുണ്ട്, പക്ഷെ ഒരു കാരണമില്ല എന്ത് ചെയ്യാണ്, സിന്ധിനെ 843 അവർ അനക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ പഞ്ചാബിന് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർപ്പച്വൽ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഉണ്ടാവുന്നുണ്ട് രഞ്ജിത് സിംഗുമായിട്ട് 809 മിന്റോന്റെ സമയത്താണ്. അപ്പൊ അവര് തമ്മിൽ രഞ്ജിത് സിംഗ് ഉള്ളിടത്തോളം കാലം ഒരു യുദ്ധമില്ല. ഓക്കെ, ഇവരെ ട്രീറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് രഞ്ജിത് സിംഗ് ആയിട്ട്, പെർപ്പച്വൽ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയാണ്. അതിന്റെ പ്രകാരം എന്ത് ചെയ്യാണ്, റിവർ സത്ലജിന്റെ താഴോട്ട് ബ്രിട്ടീഷുകാരും സിഖുകാരും വരൂല, പഞ്ചാബിലുള്ള റിവറാണ് സത്ലജ്, അതിന്റെ മുകളിലോട്ട് ബ്രിട്ടീഷുകാരും വരണ്ട. അങ്ങനെ യുദ്ധമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം 839 ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് യുദ്ധം ഉണ്ടാവുന്നത്. അതാണ് 845, 46 പിന്നെ സിഖുമായിട്ട് ഉണ്ടാവുന്ന യുദ്ധമാണ്. ഒരുപാട് നല്ല ഇതിൽ സിഖ് യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷെ സിഖ് ഒരു പരിധി വരെ തോൽക്കാണ്. ട്രീറ്റി ഓഫ് ലാഹോർ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, സിഖ് യുദ്ധത്തിൽ തോൽക്കാണ്. സിഖിന് എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളും വിട്ടുകൊടുക്കേണ്ടി വരുന്നുണ്ട്. ജലന്ധർ ദോബൊക്കെ അനക്സ് ചെയ്യുന്നുണ്ട്, ഒരു റെസിഡൻസിനെ അവിടെ നിർത്തുന്നുണ്ട്, ഹെൻറി ലോറൻസ് ആണ്. പിന്നെ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സിഖുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഒരു എന്താണ്, ഇതൊരു അവരുടെ അല്ലെ ഈഗോനെ ബാധിക്കുന്ന സ്വഭാവമായിട്ട് യുദ്ധം ഉണ്ടായിട്ട് ഇത്രയും നാശനഷ്ടങ്ങൾ വരുത്തി വെച്ച ഒരു ടീം പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ് സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ 848, 49 സമയത്ത്. പിന്നെ അതുപോലെ തന്നെ പക്ഷെ അതും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, അനക്സ് ചെയ്യാണ്. ലോർഡ് ഡെല്ലോസിന്റെ സമയത്താണ്, ഡെല്ലോസി വരുന്നുണ്ട് ഈ സമയം മുതൽ. സെക്കൻഡ് വാർ ഡെല്ലോസിന്റെ സമയത്താണ്. പിന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, 49 കൂടി സിഖിനെ പൂർണ്ണമായിട്ട് തോൽപ്പിച്ച് സിഖിനെ അനക്സ് ചെയ്ത്. ഓക്കെ, പഞ്ചാബിന് എന്ത് ചെയ്തു, ഒരു ചീഫ് കമാൻഡറെ കീഴിലോട്ട് കൊണ്ടുവരാൻ ചെയ്യുന്നത്. ജോൺ ലോറൻസ് ഫസ്റ്റ് ചീഫ് കമാൻഡർ ആയിട്ട് മാറി, എവിടുത്തെ, പഞ്ചാബത്തെ. അങ്ങനെ പഞ്ചാബും കിട്ടി, സിന്ധും കിട്ടി. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 857 ആവുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങളെ മൊത്തം അവർ കീഴടക്കുകയെ അല്ലെങ്കിൽ അലയൻസ് ആ ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞിരിക്കാം. പിന്നെ ബ്രിട്ടീഷുകാർ ഇതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അയൽ രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ആംഗ്ലോ ഭൂട്ടാനീസ് റിലേഷൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ 816 ബ്രിട്ടീഷ് ആസാമും ഭൂട്ടാന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അജോൺ ടെറിട്ടറിയിലോട് ഫ്രീക്വന്റ് ട്രേഡുകൾ ഉണ്ടാവുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഫോഴ്സ് ടു സറണ്ടർ എന്ത് ചെയ്യുന്നുണ്ട് ആസാം. 865 ഭൂട്ടാനീസ് എന്ത് ചെയ്യുന്നുണ്ട്, സറണ്ടർ ചെയ്യുന്നുണ്ട്. ഏകദേശം കുറച്ചൊക്കെ അവരും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട്. യുദ്ധങ്ങളൊക്കെ നിരന്തരമായിട്ട് ലാസ്റ്റ് 865 കൂടി ഭൂട്ടാൻ സറണ്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ നേപ്പാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോർഖാസ്, നേപ്പാളിലെ കൺട്രോൾ ചെയ്യുന്നത് ഗോർഖാസ് ആയിരുന്നു. എന്നിട്ട് ഒന്നിലും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഗോർഖാപൂർ അനക്സ് ചെയ്യുന്നുണ്ട്, ഗോർഖ. പിന്നെ അവരായിട്ട് വോർ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള റീജിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഗോർഖാസിന്റെ കയ്യിൽ നിന്ന് അനക്സ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അവരാണ് ട്രീറ്റി ഓഫ് സഗോളി 816. ഈ ട്രീറ്റിന്റെ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പൊ കുളു മണാലി പോലത്തെ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് കിട്ടുന്ന ഇതുപോലെയാണ് ഗോർഖ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീസ് അവർ നിങ്ങളോട് യുദ്ധമില്ല, അവരെ സൈന്യത്തിലേക്ക് കിടക്കുന്നുണ്ട് ഗോർഖ റെജിമെന്റ് ഒക്കെ, അത് അറിഞ്ഞിരിക്കാം. പിന്നെ ബർമ്മനായിട്ടുള്ള റിലേഷൻ, ഇന്നത്തെ മ്യാൻമാറായിട്ടുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ മ്യാൻമാറായിട്ട് കുറച്ച് യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്, 3 യുദ്ധം ഉണ്ടാവുന്നുണ്ട് പ്രധാനമായിട്ടും. ഒരുപാട് ഫോറസ്റ്റും ബ്രിട്ടീഷിന്റെ മാർക്കറ്റും പിന്നെ ഫ്രഞ്ച് അവിടെ എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫിയർ ഒക്കെയാണ് അവരെ യുദ്ധം ചെയ്ത് അവരെ കൺട്രോൾ ചെയ്യണമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നാൻ കാരണം. ഫസ്റ്റ് വാർ 1824-26 സമയത്താണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, റംഗൂൺ അനക്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ട്രീറ്റി ഓഫ് യാന്തപ്പോ 1826 പിന്നെ സെക്കൻഡ് ബർമീസ് വാർ 1852 ലോർഡ് ഡെല്ലോസിയൻ ഇമ്പീരിയലിസ്റ്റിക് പോളിസിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. ബർമീസ് മാർക്കറ്റ്, ടിംബർ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി. ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലോവർ ബർമ ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യുന്നുണ്ട്. തേർഡ് ഉണ്ടാവുന്നത് 885 ഇത് ഡെല്ലോസിനകത്ത് ഒരുപാട് യുദ്ധം ഉണ്ടാവുന്നുണ്ട്. ഡെല്ലോസി 8ഓളം നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നുണ്ട് ഡെല്ലോസി. പിന്നെ തേർഡ് ആംഗ്ലോ ബർമീസ് വാർ ഉണ്ടാവുന്നത് 885 ഡഫറിന്റെ സമയത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബർമീസ് കിങ് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഈ യുദ്ധം ഉണ്ടാവുന്നുണ്ട്. ലാസ്റ്റ് അപ്പർ ബർമയും അനക്സ് ചെയ്തിട്ടുണ്ട് 885. അതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, 3 വാറോട് കൂടി ബർമ പൂർണ്ണമായിട്ട് ആര് അനക്സ് ചെയ്തു, ബ്രിട്ടീഷുകാര് അനക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതല്ല അറിഞ്ഞിരിക്കണേ. പിന്നെ ടിബറ്റായിട്ട് റിലേഷൻ ഉണ്ടാകുന്നുണ്ട്, ടിബറ്റായിട്ട് യുദ്ധ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ടിബറ്റിലേക്ക് ഒരു ടീമിനെ അയക്കുന്നത് ലോർഡ് കേഴ്സൺ സമയത്താണ്. പിന്നെ യങ് ഹസ്ബൻഡ് മിഷൻ അയക്കുന്നുണ്ട്, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അവരെന്ത് ടിബറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നോൺ വയലന്റ് റെസിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് ബ്രിട്ടീഷുകാർ ലാസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്, ട്രീറ്റി ഓഫ് ലാസ് ഉണ്ടാക്കുന്നുണ്ട് 1904. പിന്നെ അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് പറയുന്ന ആംഗ്ലോ റഷ്യൻ കൺവെൻഷൻ 907 ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരും ടിബറ്റിന്റെ പേരിൽ റഷ്യയും ഇവരും ഇത് ആവശ്യം ഉന്നയിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്ന ചൈനക്കാണ് ഗുണം ചെയ്യുന്നത്. പിന്നീട് ലാസ്റ്റ് ചൈനക്ക് ടിബറ്റ് കിട്ടുന്നുണ്ട് യുദ്ധം കഴിയുമ്പോൾ. പിന്നെ ആംഗ്ലോ അഫ്ഗാൻ വാർ, അഫ്ഗാനിലോട്ട് 1-2 യുദ്ധം വരുന്നുണ്ട് കേട്ടോ. ഈ അഫ്ഗാനിലെ യുദ്ധത്തിന് പോയി ഫസ്റ്റ് ഇതിന് തോറ്റു വരുമ്പോഴാണ് വലിയ സിന്ധ് അനക്സ് ചെയ്യുന്നത്. അതാണ് രസം. അങ്ങാടി തോറ്റ അമ്മയോട് പറഞ്ഞാൽ അഫ്ഗാനെ തോറ്റപ്പം ഓൾറെഡി അംഗീകരിക്കുന്ന നമ്മളെ കീഴിലുള്ള ഒരാളെ പിടിച്ചെടുത്തു. അപ്പൊ റഷ്യ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സയന്റിഫിക് ഫ്രണ്ടിയർ നമുക്ക് വേണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ത്യന്റെ അന്നത്തെ ഇന്ത്യ ഇപ്പൊ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അടങ്ങുന്നതാണ്. അങ്ങനെയാണ്. ഇത് പാകിസ്ഥാൻ ഉണ്ട്, ഇതിന്റെ അപ്പുറം അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് റഷ്യ ഇങ്ങോട്ട് വരാൻ സാധ്യത. അപ്പൊ നമുക്ക് ഈ അഫ്ഗാനിസ്ഥാൻ കൈ കിട്ടിയാൽ എന്ത് ചെയ്യാം, ഒരു ഫ്രണ്ടിയർ ആയിട്ട് അവരവിടെ നിന്നോളല്ലോ, അവരെ തോൽപ്പിച്ചിട്ട് വരണ്ടേ. അങ്ങനെയാണ് അഫ്ഗാനെ തോൽപ്പിക്കാൻ എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് ആംഗ്ലോ വാർ ഉണ്ടാവുന്നത് 839-42 സമയത്താണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ദോസ്ത് മുഹമ്മദ് പിന്നെ അവിടെ റൂളറായിട്ട് ലാസ്റ്റ് അംഗീകരിക്കുന്നത്. ഒരു പരിചയ ഒരുപാട് ആളുകളുടെ നഷ്ടവും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പണനഷ്ടമൊക്കെ ഉണ്ടാവുന്ന ഒരു യുദ്ധമാണ് ബ്രിട്ടീഷുകാർക്ക്. ഇത് 1 കോടിയിലധികം നഷ്ടപ്പെടുന്നുണ്ട് യുദ്ധ ചെലവ്. പിന്നെ ഒരുപാട് ആളുകൾ ആർമി നഷ്ടപ്പെടുന്നുണ്ട്, ജയിക്കാനും പറ്റുന്നില്ല. ഓക്കെ, അഫ്ഗാനിസ്ഥാനിൽ പോയാലൊന്നും ജയിച്ചിട്ടില്ല കേട്ടോ, അതാണ് പ്രത്യേകത. ഇപ്പോൾ അങ്ങനെ തന്നെയല്ല, അമേരിക്ക ലാസ്റ്റ് പിന്മാറുന്ന പോലെ. അപ്പൊ അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് 843 എന്ത് ചെയ്യുന്നത്, സിന്ധ് അനക്സ് ചെയ്യുന്നത്. ഈ വരുന്ന വരവിലാണ്. പിന്നെ സെക്കൻഡ് അഫ്ഗാൻ വാർ ഉണ്ടാവുന്നുണ്ട് 870-80 സമയത്താണ്, ലിട്ടന്റെ സമയത്താണ്. ലിട്ടൺ എന്ത് ചെയ്യാണ്, അഫ്ഗാനെ ഇൻവേഡ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഷേർ അലിയുടെ കയ്യിൽ നിന്ന് ഷേർ അലി രക്ഷപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടാവുന്ന ഗന്ധമക് ട്രീറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് യാക്കൂബ് അലി ബ്രിട്ടീഷായിട്ട്, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ അമീറായിട്ടൊക്കെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ലിട്ടന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ റിപ്പൺ അത് ഒഴിവാക്കുന്നുണ്ട്. ഇതാണ് അയൽ രാജ്യങ്ങളായിട്ട് ഇവരെടുത്ത പോളിസി. ഭൂട്ടാനായിട്ടും അതുപോലെ നേപ്പാളായിട്ടും ബർമ്മ ആയിട്ടും
അതുപോലെ തന്നെ ടിബറ്റും ആയിട്ടൊക്കെ എടുത്ത അവരുടെ പോളിസി എന്തായിരുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അവരുടെ ഒരു പോളിസി. അനക്സേഷൻ, പരസ്പരം യുദ്ധം ചെയ്യുക, പിടിച്ചെടുക്കുക. അങ്ങനെ പോളിസിയിലൂടെ പിടിച്ചെടുത്ത രാജ്യങ്ങളാണ് ഇപ്പൊ ബംഗാൾ ആയാലും മൈസൂർ ആയാലും മറാത്ത ആയാലും സിന്ധ് ആയാലും പഞ്ചാബ് ആയാലും അഫ്ഗാനിസ്ഥാന്റെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ അയൽ രാജ്യങ്ങളൊക്കെ. ഒരു പോളിസി അതാണെങ്കിൽ എല്ലാ പോളിസി അങ്ങനെയാണോ? അല്ല. ഇന്ത്യയിൽ ഒരുപാട് 500-ലധികം നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ എല്ലാം യുദ്ധത്തിലൂടെ അല്ല, അതിന് ഒരുപാട് പേര് പോളിസി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഫോർവേഡ് പോളിസി മുന്നോട്ടൊക്കെ ഓക്ലാൻഡ് ആണ്. ബൗണ്ടറീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ഇവരായിട്ട് ട്രീറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ട്രൈപ്പറായിട്ട് ട്രീറ്റി ഉണ്ടാക്കുന്നുണ്ട് സിക്കും ഷാവുജൊക്കെ ആയിട്ടോ. പിന്നെ ദുരന്ത് ലൈൻ ഉണ്ട്. അഫ്ഗാനിസ്ഥാനും ബ്രിട്ടീഷ് തമ്മിലുള്ള ബൗണ്ടറിയാണ് ദുരന്ത് ലൈൻ. അതിപ്പം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള ബൗണ്ടറിയാണ്. പിന്നെ അവരുടെ ഒരു പോളിസി എന്താണെന്നറിയോ? അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയിലൂടെയാണ്. ഒന്ന് റിംഗ് ഫെൻസ് പോളിസിയാണ് വാറൻ ഹേസ്റ്റിങ്ങിന്റെ. റിംഗ് ഫെൻസ് ഒരു ബഫർ സോൺ ആക്കി വെക്കുക. 773 മുതൽ 85 വരെ എടുത്ത പോളിസിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഓൺ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യുക, ഒരു ബഫർ സോൺ ആക്കി ഉണ്ടാക്കിയിട്ട്. എക്സാമ്പിൾ ആണ് ഇത് അവധ്. അലഹബാദ് ട്രീറ്റിക്ക് ശേഷം വേണമെങ്കിൽ അവധിനെ പിടിച്ചെടുക്കാമായിരുന്നു. പക്ഷെ ബംഗാൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ബ്രിട്ടീഷുകാരുടെ സ്ഥലമാണ് ബംഗാൾ, ഈ ബംഗാൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, അവധിനെ ബഫർ സോൺ ആക്കി ഇവിടെ വെച്ച് പിടിച്ചെടുക്കുന്നില്ല. അതാണ് ഇവരെടുത്ത പോളിസി, റിംഗ് ഫെൻസ് പോളിസി. വാറൻ ഹേസ്റ്റിങ്ങിൻ്റെതാണത്. പിന്നെ വരുന്ന ഒരു പോളിസിയാണ് സബ്സിഡറി അലയൻസ്. ഒരു രാജ്യം വെല്ലസ്ലിയാണ്, വെല്ലെ പിടിച്ചെടുക്കാന്ന് ആലോചിച്ചാൽ മതി. വെല്ലെ പിടിച്ചെടുക്കൽ തന്നെയാണ് സബ്സിഡറി അലയൻസ്. ഏകദേശം 798-805 കാലഘട്ടത്തിലാണ് വെല്ലസ്ലി വരുന്നത്. അതിന്റെ സമയത്താണ് സബ്സിഡറി അലയൻസ്. ഇത് പറയുന്നത് ഈ അലയൻസിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അലയൻസ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോ ആർക്കും സൈൻ ചെയ്യാം. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിനോട് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യില്ല. പകരം ആ രാജ്യത്തിന് എല്ലാ പ്രൊട്ടക്ഷൻ ആര് കൊടുക്കും? ബ്രിട്ടീഷുകാർ കൊടുക്കും. അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യണം, ഒരു ബ്രിട്ടീഷ് ആർമിയുടെ ചെറിയൊരു ഗ്രൂപ്പിന് അവരുടെ മെയിൻറ്റെയിൻ ചെയ്യണം, അവരുടെ ചെലവിൽ. ഓക്കെ, ഒന്ന്. രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം, ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ അവിടെ പോസ്റ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് ഒന്നത്. രണ്ട്, ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ആ രാജ്യത്ത് കൂട്ടാണ്. പിന്നെ മൂന്നാമത്തെ അറിയുന്നില്ല, യൂറോപ്യൻസിലെ ഒരു ആളുകളെ ഇവിടെ എംപ്ലോയ് ചെയ്യാൻ പാടില്ല. ബ്രിട്ടീഷിന്റെ പെർമിഷൻ ഇല്ലാതെ യുദ്ധത്തിലോ ഒന്നിനും ആരും യൂറോപ്യൻസിനെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യാണ്, എനിമീസ് ആയിട്ട് പീസിലേക്ക്, ഇപ്പം സമാധാന കരാറൊന്നും ബ്രിട്ടീഷുകാരെ സമ്മതമില്ല ചെയ്യാനൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്യും. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു ആർമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, ഒരു ചെറിയ തുക ഈടാക്കണം, തുക കൊടുക്കണം ബ്രിട്ടീഷുകാർക്ക്. കാരണം ഇവർക്ക് ആർമി ഒന്നും വേണ്ട, ബ്രിട്ടീഷ് ആർമിനെ മെയിൻറ്റെയിൻ ചെയ്തോളും, ബ്രിട്ടീഷ് നോക്കിക്കോളും. ആക്രമിക്കാൻ വന്നാലും ബ്രിട്ടീഷുകാർ നോക്കും. പക്ഷെ ആർമിനെ വരും ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ആ രാജ്യം. ആ രാജ്യത്തിന്റെ ചെലവിൽ ആർമിനെ ഉണ്ടാക്കാം. ബ്രിട്ടീഷുകാർ ഏത് നേക്കെടുക്കുന്നല്ലേ. ഈ മെയിൻ്റനൻസ് ഫീ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അത് പലപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് അവരുടെ രാജ്യത്തിന്റെ ഒരു ഏരിയ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ ഒരു യുദ്ധം ഇല്ലാതെ ആർമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലവും കിട്ടുന്നു. ഇങ്ങനെയുണ്ട്. നിസാം ഓഫ് ഹൈദരാബാദ് ആണ് ഫസ്റ്റ് സൈൻ ചെയ്ത ആള്. ഫസ്റ്റ് സൈൻ ചെയ്ത് നിസാം ഓഫ് ഹൈദരാബാദ് ആണ് 798 കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് ചെയ്യുന്നത് മൈസൂരാണ് 799. ആര്? ടിപ്പു മരിച്ചതിന് ശേഷം. ടിപ്പു മരിച്ചതിന് ശേഷം വോഡയാറിന് കിട്ടുന്നുണ്ടല്ലോ, ഈ ഡൈനാസ്റ്റി വോഡയാറിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ വോഡയാർത്തെ രാജാവാണ് ഇത് സൈൻ ചെയ്തത്, അല്ല ടിപ്പു അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ തെറ്റായിരിക്കും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവധുമായിട്ടൊക്കെ ഇത് സബ്സിഡി അലയൻസ് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് 801. പിന്നെ ഒരുപാട് ആളുകൾ സൈൻ ചെയ്യുന്നുണ്ട്. നവാബ് ഓഫ് അവധ്, നിസാം ഓഫ് ഹൈദരാബാദ്, റൂൾ ഓഫ് മൈസൂർ, റൂൾ ഓഫ് തഞ്ചാവൂര്, പെഷ്വ ഓഫ് ബൻസാലെ ഓഫ് ബെരാർ, സിന്ധ്യാസ്, രജ്പുത് സ്റ്റേറ്റ്സ്, റൂൾ ഓഫ് ഭാരത്പൂർ, ഹോൾക്കാർസ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ ചെയ്യുന്നുണ്ട്. സൈൻ ചെയ്യുന്ന ഗുണം എന്താ, ബ്രിട്ടീഷുകാർക്ക് യുദ്ധം ചെയ്യാതെ ആ രാജ്യത്തിന്റെ കൺട്രോൾ കിട്ടി അല്ലെ. ആ രാജ്യത്ത് സൈന്യം നിർത്താനും സ്ഥലം കിട്ടാനും അവിടെ അവരുടെ ചെലവിൽ സൈന്യത്തെ തീറ്റിപ്പോറ്റാനുള്ള അവസരം ബ്രിട്ടീഷുകാർക്ക് കിട്ടി. എല്ലാം നയപരമായിട്ടാണ് അവർ കളിക്കുന്നത്, ഇന്ത്യ പിടിച്ചെടുക്കുന്നത്. അതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ്. മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്, ദത്തവകാശ നിരോധന നിയമം. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാള് രാജാവ് മരിക്കുകയാണ്, അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലീഗൽ ഹെയർ ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ അഡോപ്റ്റഡ് പറ്റൂല, ദത്തെടുത്ത കുട്ടീനെ പറ്റൂല, ദത്ത് പറ്റൂല. ലീഗൽ ഹെയർ ഇല്ലാതെ ഒരു രാജാവ് മരിക്കുകയാണെങ്കിൽ ആ രാജ്യം ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അതാണ്. പിന്നെ ഇത് റിംഗ് ആൻഡ് ഫെൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു പോളിസി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, റൂളർ എന്ത് ചെയ്യാണ്, ഒരു നാച്ചുറൽ മകനില്ലാതെ മരിക്കുകയാണെങ്കിൽ
അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ദത്തെടുത്ത കുട്ടിക്ക് കിട്ടും, പക്ഷെ രാജ്യം കിട്ടൂല. ആ രാജ്യത്ത് ആര് അനക്സ് ചെയ്യും? ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യും. അങ്ങനെ അനക്സ് ചെയ്ത സ്റ്റേറ്റ്സ് ഏതൊക്കെ? 842 സത്താര, 849 ജയ്പൂർ, 849 സംബൽപൂർ, 850 ബാഗട്ട്, 852 ഉദയ്പൂർ, 853 ഝാൻസി, 854 നാഗ്പൂർ. ഈ രാജ്യങ്ങൾ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് 824 എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹൌസിന്റെ സമയത്ത്, ബിഫോർ ദ ടൈം ഓഫ് ഡൽഹൌസി, ചിറ്റൂര് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ആണ്. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പേരും പറഞ്ഞ് അക്വയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കാം. പിന്നെ ഇത് മുമ്പ് നാനാ സാഹിബിന്റെ പോളിസിയിലൊക്കെ ഉണ്ട്. അഡോപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മറാത്ത പെഷ്വാ ബാജി റാവുന്റെ എന്ത് ചെയ്യുന്നുണ്ട്? ടൈറ്റിൽ പെൻഷനൊക്കെ ഡിനേ ചെയ്യുന്നുണ്ട്. അഡോപ്റ്റേഴ്സ് അങ്ങനെ തരില്ല എന്ന് പറഞ്ഞിട്ട്. അത് ആ ബ്രിട്ടീഷുകാർ പറയുന്നത് മുമ്പേ ഇന്ത്യയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് നമ്മൾ എടുത്തതാണ് ബ്രിട്ടീഷുകാർ പറയുന്നത്. പിന്നെ ഫൈനൽ മൂവ്മെന്റ് ഇത് ഉണ്ടാവുന്ന അവധിനെ ഏരിയയാണ്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? അവധിനെ അനക്സ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിരിക്കാം. ഓക്കെ, ഡോക്ടർ ഓഫ് ലാബ്സിന്റെ പേരും പറഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ അവധിനെ അനക്സ് ചെയ്യുന്നത് ഇന്റേണൽ മിസ്റൂളിന്റെ പേരും പറഞ്ഞിട്ടാണ്. 7th ഫെബ്രുവരി 856. ഇതൊക്കെ എന്ത് ചെയ്ത് നമ്മൾ പിന്നീട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ കലാപം 857 കലാപം ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, റിവോൾട്ട് ഓഫ് 1857 കാരണമാവുന്നുണ്ട്. മിസ്റൂൾ പറഞ്ഞിട്ട്. കാരണം മിസ്റൂൾ പറഞ്ഞ എന്താ പ്രശ്നം അറിയോ? ബ്രിട്ടീഷുകാർ ആർമിയിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ അവധുള്ളവരായിരുന്നു. കാരണം അവധ് മുമ്പേ ബ്രിട്ടീഷുകാരെ കൂടിയ ആൾക്കാരാണല്ലോ അലഹബാദ് ട്രീറ്റി പ്രകാരം. പിന്നെ അവധിൽ തന്നെ പിടിച്ചെടുത്തപ്പം അത് ഭയങ്കര അവരുടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? അവരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതിനെതിരെ പ്രതികരിക്കുകയാണ് യുദ്ധത്തിലൂടെ. പിന്നെ ലോർഡ് ലിട്ടന്റെ പോളിസിയാണ് പ്രൗഡ് റിസർവ് എന്നുള്ളതാണ് കേട്ടോ. ഒരു സയന്റിഫിക് ഫ്രണ്ടിയർ ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ലിട്ടന്റെ പോളിസിയാണ്. അഫ്ഗാനിസ്ഥാനിലോട്ട് പോകുന്ന അങ്ങനെയാണ്. പിന്നെ ജോൺ ലോറൻസിന്റെ മാസ്റ്റേർലി ഇനാക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് അഫ്ഗാൻ വാറിന് ശേഷമുള്ള റിയാക്ഷൻ ആയിട്ട് ചെയ്താണ്. പിന്നെ അതുപോലെ തന്നെ ലോറൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നോ ഇന്റർഫിയറൻസ്. അവിടെ ഇടപെടണ്ട. സക്സസീവ് വാർ ഒക്കെ ഉണ്ടാവും, പരസ്പരം അടുത്ത ആര് ഭരിക്കുന്ന അധികാരത്തിന്റെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിലേക്ക് ഇടപെടരുതെന്നുള്ള ഒരു പോളിസിയാണ് ജോൺ ലോറൻസ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൽ അറിയേണ്ടത്. ഓക്കെ, നോ പാർട്ടി ടു ഫോറിൻ ഹെൽപ്പ് ഇൻ ദ സിവിൽ വാർ. ഇതൊക്കെ അവരെടുത്ത് ഈ പോളിസിയിലോടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ നമ്മൾ സബ്സിഡി അലയൻസ് ആയാലും അതുപോലെ തന്നെ ഡോക്ടർ ഓഫ് ലാബ്സ് പ്രകാരം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ഓരോരോ രാജ്യങ്ങളെ കീഴടക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ബംഗാൾ മുതൽ ഇന്ത്യ മൊത്തം ഏകദേശം 800, ബംഗാളിൽ എന്താണ് 757 പ്ലാസി യുദ്ധം മുതൽ തുടങ്ങി 857 56 ലാസ്റ്റ് അവധിനെ അനക്സ് ചെയ്യുന്നുണ്ട്. 856 അവധിനെ മിസ്റൂളും പറഞ്ഞിട്ട് ഇതുവരെ അനക്സ് ചെയ്തത് ഓരോ രാജ്യങ്ങളായിട്ട് ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്താണ്. ഇങ്ങനെ അനക്സ് 856 ആകുമ്പോഴത്തേന് അനക്സ് ചെയ്ത് 100 വർഷം കൊണ്ട് അനക്സ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ ഒരു വികാരം പൊട്ടി പുറപ്പെട്ട് അതാണ് എന്ത് ചെയ്യുന്നത്? 857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഓക്കെ, അതിലേക്കാണ് ബ്രിട്ടീഷുകാർ ഇത് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഡൽഹൌസി അവസാനത്തിൽ 8ഓളം രാജ്യങ്ങൾ അനക്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പാടാട് ലാസ്റ്റ് അണയുകി സഹിച്ചു കെട്ട് അണയുകി പൊട്ടി എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം ഉണ്ടാവാൻ പോവാണ്. അതാണ് 857 കലാപത്തിലേക്ക് നമ്മൾ വരും. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പീപ്പിൾ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് പല ഭാഗത്തും. ചെറുത് സിവിലും പെസന്റും ട്രൈബലും മിലിറ്ററിയും ഇതെല്ലാം കൂടിയിട്ട് ഇത് പലത് ലോക്കലാണ്. അടുത്ത ചാപ്റ്ററിലും പറയാനുള്ളത്. പക്ഷെ അതെല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഒറ്റ റിവോൾട്ട് പിന്നീട് ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതാണ് ഏത്? നമ്മുടെ 857 കലാപം. അതിലൊന്നും കൂടി ഓൾ ഇന്ത്യ ക്യാരക്ടർ വരുന്നുണ്ട് ഒരു പരിധി വരെ. ഇവിടെ ഉണ്ടാവും നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ വരാനുള്ള പീപ്പിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതൊക്കെ ചെറുതാണ്, ഓരോ ലോക്കലാണ്. മലബാർ കലാപം പറഞ്ഞ പോലെ ചെറുതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. സ്പെക്ട്രത്തിലും നന്നായിട്ട് ഇതൊന്ന് വായിക്കണം. ഈ ടോപ്പിക്ക് വായിക്കണം, കുറച്ച് വലിയ ടോപ്പിക്കാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു പോകുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 8590 840 250 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡയറക്റ്റ് ഞാൻ മെന്റർഷിപ്പ് തരുന്ന പ്രോഗ്രാമാണ്. നിങ്ങളുടെ പഠനം അതത് സമയത്ത് മോണിറ്ററിങ് ചെയ്ത് വ്യക്തമായ ട്രാക്കിലൂടെയാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്ററിംഗ് എന്ന് പറയും. മെന്റർ സഹായത്തോടു കൂടി വ്യക്തമായി പഠിക്കാം. ആൻസർ റൈറ്റിംഗ്, സബ്ജക്ട് പഠനങ്ങൾ, കറണ്ട് അഫയേഴ്സ്,
എസ്എ റൈറ്റിംഗ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, മോഡൽ ടെസ്റ്റുകൾ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്. 1 ഇയറിലോട്ട് വരുന്നതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് 1-to-1 മെന്ററിംഗ് ഉണ്ടാവും കേട്ടോ. താല്പര്യമുള്ള ആളുകൾക്ക് ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഉടൻ കാണാം. മുമ്പത്തെ വീഡിയോ കാണാത്ത ആളുകളിൽ കാണാം. ഈ ക്ലാസിന്റെ മെറ്റീരിയലും മുമ്പത്തെ ക്ലാസ്സിന്റെ മെറ്റീരിയലും ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ശരി.